നടൻ ഫഹദ് ഫാസിലിനെ കുറിച്ച് പറയുമ്പോൾ കയ്യെത്തും ദൂരത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങണം. അടിതെറ്റിയ അരങ്ങേറ്റമായിരുന്നു ഫഹദിന്റേതെങ്കിലും ആദ്യ ചിത്രത്തിൽ കണ്ട ഫഹദിനെ ആയിരുന്നില്ല പിന്നീടുള്ള ഓരോ സിനിമയിലും കണ്ടത്. പല പ്രമുഖ താരങ്ങളെയും മലയാളത്തിന് സമ്മാനിച്ച ഫാസിൽ തന്റെ മകന് വെച്ച് സിനിമയെടുത്തപ്പോൾ പിതാവിന്റെ പേര് കളങ്കപ്പെടുത്തിയ മകൻ എന്നുൾപ്പെടെയുള്ള പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആ സിനിമയെക്കുറിച്ച് ഓർത്ത് തനിക്ക് നിരാശയോ നഷ്ടബോധമോ തോന്നിയിട്ടില്ലെന്നാണ് ഫഹദ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് ശേഷം ഇടവേളയെടുത്ത ഫഹദ് 7 വർഷത്തിന് ശേഷമാണ് ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തിയത്. പതിവ് നായക സങ്കല്പങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് കഷണ്ടി കയറിയ തലയും നീണ്ടുമെലിഞ്ഞ രൂപവുമായാണ് ഫഹദ് കേരള കഫയിലെത്തിയത്. പിന്നീടുള്ള 3 സിനിമകളിലും ചെറിയ വേഷങ്ങളാണ് ചെയ്തതെങ്കിലും പിന്നീട് മലയാള സിനിമയിലെ തന്നെ അഭിനയ രീതികളെ പൊളിച്ചെഴുതിക്കൊണ്ട് 2011 ചാപ്പാക്കുരിശ് എന്ന ചിത്രത്തിലൂടെ ഫഹദ് കാണികൾക്ക് മുന്നിലെത്തി. ചോക്ലേറ്റ് ഹീറോയിൽ നിന്ന് അർജുനൻ എന്ന നാഗരിക യുവാവിന്റെ ശരീരഭാഷയിലേക്കുള്ള കൂടുമാറ്റമായിരുന്നു സിനിമാ ലോകം കണ്ടത്. 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിൽ ഇമേജ് നോക്കാതെ അഭിനയിച്ച നടൻ പിന്നീട് ഡയമണ്ട് നെക്ലസ്, അന്നയും റസൂലും, ആമേൻ, ആർട്ടിസ്റ്റ്, നോർത്ത് 24 കാതം, കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ സിനിമകളിലൂടെ സ്വയം മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു. അഭിനയത്തിന് കണ്ണുകൾ മാത്രം മതിയെന്ന ജോജി എന്ന ചിത്രത്തിലൂടെ കാണിച്ചു തന്ന നടൻ വിക്രം, മാമന്നൻ, പുഷ്പ തുടങ്ങിയ സിനിമകളിലൂടെ താരം അന്യഭാഷകളിലും ആഘോഷിക്കപ്പെട്ടു. ഇപ്പോൾ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഫഹദ് ഫാസിൽ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. രോമാഞ്ചം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ആവേശം ഏപ്രിൽ 11 തിയേറ്ററുകളിൽ എത്തുകയാണ്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്.